ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില്, അതായത് നമ്മുടെ ഹോട്ട്സ്റ്റാർ ലൈവില്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ ആയിരുന്നു നമ്മുടെ സായി പണപ്പെട്ടി എടുത്ത് പുറത്ത് ചാടി പോയത്. അപ്പൊ ഇന്നലെ ഒരു ടാസ്ക് നടന്നിരുന്നു, നാട്ടുരാജാവ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. അതായത് തൊപ്പിയും ഒക്കെ വെച്ച് ദണ്ടും ഒക്കെ പിടിച്ച്, അതുപോലെ തന്നെ രാജാവാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന, ആരെന്ത് ചെയ്യണം, നടക്കണ്ട, നിൽക്കണ്ട, ഇരിക്കണ്ട, അല്ല എന്ത് സംസാരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ രാജാവാകുന്ന ആളാണ്. അപ്പൊ ഇന്നലെ അത് സായി ആയിരുന്നു, അതിനുശേഷം സിജോ ആയിരുന്നു. അങ്ങനെ ആ ഒരു ടാസ്ക് ഇന്നലെ കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്നും ആ ഒരു ടാസ്ക് തുടങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മുടെ നാട്ടുരാജാവായിട്ട് നമ്മുടെ ജിൻഡോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജിൻഡോ കൊള്ളായിരുന്നു, നല്ല കിടിലൻ ലുക്കൊക്കെ ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ ആ തൊപ്പിയും ആ രാജാവിന്റെ പോലത്തെ ഡ്രസ്സും ദണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് പുള്ളി എന്താ പറയാ, എല്ലാരെയും അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു രാജാവായിരുന്നില്ല. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന നല്ലൊരു രാജാവായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ കസേര കളി, സ്പൂൺ നാരങ്ങ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കല്, സുന്ദരിക്ക് പൊട്ടുകൊടല്, അങ്ങനെയുള്ള കുറെ അധികം ഗെയിമുകളൊക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര രസകരമായിരുന്നു കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഗെയിം ഒക്കെ കളിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഉണർവൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ രാജാവായിട്ട് നമ്മുടെ ജാസ്മിൻ ആണ് അടുത്ത രാജാവായിട്ട് വന്നത്. അങ്ങനെ ജാസ്മിനി ഈ തൊപ്പിയും രാജാവിന്റെ ദണ്ടും ആ ഡ്രസ്സും അതുപോലെ തന്നെ ജയിലിന്റെ താക്കോലും ഒക്കെ കൊടുത്തു. അതായത് ജയിലിന്റെ താക്കോലൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ രാജാവിന് തീരുമാനിക്കാം ആരെ ജയിലിൽ ഇടണം എന്നൊക്കെ തീരുമാനിക്കാം. അപ്പൊ അങ്ങനെയെല്ലാം നമ്മുടെ ജാസ്മിന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ രാജാവിന്റെ ആ ഒരു കസേര കയറി ജാസ്മിൻ അങ്ങ് ഇരുന്നിട്ട്, ഇനി ഞാൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കണം, ഞാൻ പറയും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്, അതുപോലെ തന്നെ എല്ലാരും ചെയ്യണം. സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പുള്ളിക്കാരി എന്തോ വലിയ വലിയ ഭരണാധികാരി ആയ പോലെ അങ്ങ് കയറി ഇരുന്നിട്ട് ആജ്ഞാപിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ശ്രീതു, അഭിഷേക്, നോറ അവര് കുക്കിംഗ് എല്ലാം ചെയ്യുക. അതുപോലെ ജിൻഡോ, സിജോ അവര് ബിഗ് ബോസ് ഹൗസ് ഫുള്ള് വൃത്തിയാക്കുക, ആരും ചിരിക്കാൻ പാടില്ല, ആരും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ അധികം റൂളുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ജാസ്മിൻ ആ കസേര കയറി അങ്ങോട്ട് ഇരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിന് മനസ്സിലായി ഇവള് വലിയ ഇതില്ലാന്ന് മനസ്സിലായി. അതായത് ഈ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് വളരെ രസകരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും അത് അവരവിടെ രസകരമായിട്ട് ചെയ്താലേ നമുക്കും അത് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ജാസ്മിൻ കയറി ഇരുന്നിട്ട് എല്ലാരെയും ഭരിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി കാണിച്ചപ്പോൾ അവർക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ രാജാവിന്റെ ദണ്ടും അതുപോലെ തന്നെ ഇതെല്ലാം അവർക്ക് അതായത് അടിച്ചു മാറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ ജാസ്മിൻ രാജാവായിട്ട് കയറിയിരുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ അഭിഷേക് ജാസ്മിന്റെ ദണ്ട് മേടിച്ചു. അതുപോലെ തന്നെ കഴുത്തിലെ മാലയല്ല ദണ്ടും അതുപോലെ തന്നെ തൊപ്പിയും മേടിച്ചെടുത്തു. അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ എന്തായാലും ജാസ്മിന്റെ ആ ഒരു രാജാവ് പട്ടം അങ്ങ് പോയി. അപ്പൊ അത് നമ്മുടെ ജാസ്മിൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതൊരു രസകരമായ ടാസ്ക് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാനുള്ള ജാസ്മിൻ അത് ഭയങ്കര എന്താ പറയാ, എല്ലാരും കൂടെ ജാസ്മിനെ ഒറ്റപ്പെടുത്തി. സത്യമായിട്ടും എല്ലാരും കൂടെ ജാസ്മിനെ അവിടെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം ഇന്നലെ ആണെങ്കിൽ പോലും സായി ആണെങ്കിലും അല്ലെങ്കിൽ സിജോ ആണെങ്കിലും ഈ ഒരു നാട്ടുരാജാവായിട്ട് ഇരുന്നപ്പോ വളരെ രസകരമായിട്ടുള്ള ഓരോരോ ടാസ്കുകളാണ് അവർക്ക് കൊടുത്തത്. അതായത് ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ വേഷം കെട്ടുന്നു, പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ വേഷം കെട്ടുന്നു, അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യിപ്പിച്ചത്. പക്ഷെ ജാസ്മിൻ വന്നിരുന്ന ഉടനെ എല്ലാവരും അടിച്ചമർത്താൻ തുടങ്ങി. ആരും സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എല്ലാവരും ജോലി ചെയ്യുക. അതുപോലെ ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ഒരു ഗ്ലാസ് പാല് വേണം, വേഗം തിളപ്പിച്ചുകൊണ്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭരിക്കാൻ നോക്കിയപ്പോ അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ ഒരു രാജാവ് എന്നുള്ള പദവി ജാസ്മിന്റെ അടുത്ത് നിന്ന് തട്ടി എടുത്തു. ഇപ്പം നമ്മുടെ ശ്രീധുവും അതുപോലെ തന്നെ അഭിഷേകിന്റെയും കയ്യിലാണ് ഒരു താക്കോലും ദണ്ടും ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ജാസ്മിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതായത് ജാസ്മിന് മനസ്സിലായി, ജാസ്മിൻ ആ ഒരു രാജാവ് പട്ടത്തിലോട്ട് വന്നപ്പോ അവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ എല്ലാവരും കൂടെ ജാസ്മിന്റെ നേരെ ചെല്ലുകയാണ്. അപ്പൊ ജാസ്മിൻ ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചയെടുക്കാണ്, ഞാൻ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ 8 പേരാണ് ഉള്ളത്. ആ 8 പേരില് ജാസ്മിൻ ഒഴിച്ച് ബാക്കി 7 പേരും ജാസ്മിന് എതിർവശത്ത് നിന്നുകൊണ്ട് ജാസ്മിന്റെ അടുത്തോട്ട് ജാസ്മിനെ ഒറ്റപ്പെടുത്തി അവിടെ. അപ്പൊ ജാസ്മിന് പറയാൻ വാക്കുകളില്ല, അവരുടെ അടുത്തൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാരും കൂടെ അവളെ ഒറ്റപ്പെടുത്തി. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം
ശരിക്കും ഒറ്റപ്പെടുത്തി. അപ്പൊ പുള്ളിക്കാരി ആദ്യമൊക്കെ കുറെയൊക്കെ ഇങ്ങനെ എപ്പോഴും ആരെങ്കിലുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ജയിക്കാൻ നോക്കും. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞു ജയിക്കാനും പറ്റില്ല. കാരണം അവര് 7 പേരുണ്ട്, ജാസ്മിൻ ഒരാളേ ഉള്ളു. അപ്പൊ ജാസ്മിൻ അവരുടെ അടുത്ത് വഴക്കിട്ടിട്ട് അവര് പറയുന്ന ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, ജാസ്മിൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ജാസ്മിൻ ബാത്റൂമിൽ പോയിരുന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും പുറത്തിറങ്ങി, എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു പണപ്പെട്ടിയുടെ ടാസ്കിന് വേണ്ടിയിട്ട് അവിടെ പണപ്പെട്ടി കൊണ്ട് വെക്കാനാന്ന് തോന്നുന്നു ഇവരെല്ലാം പുറത്താക്കിയിട്ട് അവിടെ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പൊ എല്ലാരും പുറത്തു വന്നിരുന്നപ്പോ ജാസ്മിൻ മാത്രം മാറി ഒരു സോഫയിൽ പോയിരുന്നു ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രീതു എന്നിട്ട് സമാധാനിപ്പിക്കുന്നു, നീ ഇതൊന്നും പേഴ്സണൽ ആയിട്ട് എടുക്കണ്ട, ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നു അതല്ലടാ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, ഞാൻ ആ ഒരു രാജാവിന്റെ പദവിയിലോട്ട് വന്നപ്പോ തന്നെ അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവർ മനഃപൂർവ്വം ആ ഒരു എന്റെ അടുത്ത് നിന്ന് ആ ഒരു സ്ഥാനം തട്ടിയെടുത്തു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ ഭയങ്കര കരച്ചില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ സിജോയും അർജുനും അഭിഷേകും ഋഷിയും ജിൻഡോയും നോറയും എല്ലാരും കൂടെ ജാസ്മിനെ കളിയാക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ജാസ്മിൻ ഭയങ്കര കരച്ചില്ല. എന്നിട്ട് പറയുന്നത് ഞാൻ എത്രയൊക്കെ വന്നാലും ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വലിയ സങ്കടങ്ങൾ, എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ ഭയങ്കര കരച്ചില്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇപ്പൊ ഇത്ര 7 പേരേ ഉള്ളൂ. ഇതിനു മുന്നേ നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിനെ എല്ലാരും കൂടെ ഇതിൽ കൂടുതൽ ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ നമ്മുടെ ജിൻഡോയെ ഒറ്റപ്പെടുത്തിയിട്ട് ഓർക്കുന്നുണ്ടാവും, ജിൻഡോ ഒരു എന്തോ കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തു. ആ ബിഗ് ബോസ് ഹൗസ് വൃത്തിയാക്കണം. അപ്പൊ ജിൻഡോ അവിടെ തൂത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പുറകെ ചെന്നിട്ട് ഈ ഗബ്രി അങ്ങനെയുള്ള എല്ലാരും കൂടെ പുറകെ ചെന്നിട്ട് ജിൻഡോയുടെ പുറകെ ചെന്ന് പുള്ളിക്കാരനെ ചീത്ത പറയുന്നു, ഒറ്റപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ ഓർക്കുക. റസ്മീൻ എല്ലാരും കൂടി, ഈ ജാസ്മിൻ ഉൾപ്പെടെ എല്ലാരും കൂടെ ചെന്നിട്ട് ജിൻഡോടത്ത് ഭയങ്കര വഴക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ല ജിൻഡോയുടെ കൂടെ, എല്ലാരും ജിൻഡോയെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ജിൻഡോ അവിടെ ഒന്ന് തൂത്ത്, എന്നിട്ട് പുള്ളിക്ക് സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം പുള്ളി ചെന്നിട്ട് അപ്പൊ ജാൻമണിക്ക് ഏകദേശം ജാൻമണിയും ജിൻഡോയും അവര് ഒരു നല്ല റിലേഷനാണ്. അപ്പൊ ജാൻമണിക്ക് മനസ്സിലായി ജിൻഡോയ്ക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന്. അപ്പൊ ജാൻമണി ചെന്ന് ഇങ്ങനെ സമാധാനിപ്പിക്കും. പോട്ടെ ജാൻമണിനെ കെട്ടിപ്പിടിച്ച് ജിൻഡോ കരയുന്ന ആ ഒരു സീനൊന്നും പ്രേക്ഷകർ അത് മറന്നിട്ടില്ല. അപ്പൊ അന്നൊക്കെ ജാസ്മിനും ഗബ്രിയും ഒക്കെ കൂടിയിട്ട് ഈ ജിൻഡോയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും ആ ഒരു വ്യക്തി അവിടെ പിടിച്ചു തന്നെ നിന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു 7 പേര് ജാസ്മിനെതിരായിട്ട് ജാസ്മിനെ ഒറ്റപ്പെടുത്തിയപ്പോ ജാസ്മിന് ഭയങ്കര വിഷമം ഉണ്ടായിപ്പോയി. അതും ഒരു എന്താ പറയാ, ഇതില് തെറ്റ് ജാസ്മിന്റെ ഭാഗത്താണ്. അതായത് ഇതൊരു ടാസ്ക് ആണ്, എന്താ രാജാവിന്റെ ഒരു ഇത് കിട്ടും. അപ്പോ അവർക്ക് പിന്നെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ അവര് പറയുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതൊരു ഫണ്ണി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് ജാസ്മിൻ ആ ഒരു രാജാവ് പദവിയിലേക്ക് കയറി ഇരുന്ന ഉടനെ ഭരിക്കാൻ തുടങ്ങി. എല്ലാവരും അനങ്ങാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒന്ന് ഭരിക്കാൻ നോക്കിയത്. പക്ഷെ നൈസായിട്ട് അതങ്ങ് പാളിപ്പോയി. കാരണം കേറി ഇരുന്ന ഉടനെ തന്നെ ആ ഒരു രാജാവ് പദവി അവര് തട്ടി ദൂരെയിട്ടു എന്ന് വേണം പറയാൻ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും എന്താ പറയാ, എല്ലാരും ഒറ്റക്കെട്ടാണ്, ജാസ്മിനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ജാസ്മിൻ ഇന്ന് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ ഈ സങ്കടം കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസിലെ അണ്ണൻ ചിലപ്പോ എല്ലാരും പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ജാസ്മിൻ വിഷമിച്ചാൽ നമ്മുടെ ബിഗ് ബോസിന് അത് സഹിക്കത്തില്ല. കാരണം ജാസ്മിന്റെ ആൾക്കാരാണല്ലോ ബിഗ് ബോസിന്റെ അണിയറയിലുള്ളത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ കരഞ്ഞാൽ കരയിപ്പിച്ചവർക്കൊക്കെ ബിഗ് ബോസ് മുട്ടം പണി കൊടുക്കും. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിബിന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇതിലിപ്പോ 8 പേരില് 7 പേരും ജാസ്മിനെതിരായിട്ട് നിന്നുകൊണ്ട് ജാസ്മിനെ കരയിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവർക്ക് എന്താണ് നമ്മുടെ ബിഗ് ബോസിന്റെ അണിയറയിലുള്ള അണ്ണൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പണി എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.